ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-11 വചനം വളരെ പ്രധാനപ്പെട്ട. വിശുദ്ധമായവ, ഉറക്കെ പറഞ്ഞേ, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ എന്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും. വചനത്തിലെ ജ്ഞാനം കിടക്കും. വചനത്തിൽ ജ്ഞാനം കിടക്കും. ദൈവവചനം ധ്യാനിച്ച് അതുകൊണ്ട് എനിക്ക് സങ്കീർത്തനം 119 നോക്കെ രാത്രിയിലൊക്കെ ഇരുന്ന് വായിക്കുക. എല്ലാ ദിവസവും കുറച്ച് ഭാഗമെങ്കിലും ഒരു 10-15 വചനമെങ്കിലും ഒരു ദിവസം വെച്ച് എല്ലാ ദിവസവും ഒരു 25 വചനം വായിച്ച് സങ്കീർത്തനം 119 വായിച്ചിട്ട് ഇങ്ങനെ ധ്യാനിക്കണമായിരുന്നു. നന്നായിട്ട് ധ്യാനിക്കണം. പ്രസലോഷ് ധ്യാനിക്കുക, അത് ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. പ്രസലോഷ് ഈശോ സംസാരിക്കുക. ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞേക്കാം, വചനത്തിൽ വരും ആദ്യം ഭയങ്കര പീഡനവും സഹനവും ഉണ്ടാവും, ഭയങ്കര ഒറ്റപ്പെടലും സേവനം. നമ്മളൊന്നുമില്ല, അതിൻ്റെ കൃപയാണത്. കൃപയാണ്. വചനം വരുമ്പോൾ നമുക്കൊരു ഭയങ്കര പീഡനം, അടി, ബഹളവും അപവാദവും, ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നവർ തോന്നിപ്പോകും. പോകട്ടെ, പോകേണ്ടതൊക്കെ പോകുന്നത് നല്ലത്. പ്രസലോഷ് യേശുവേ സ്തുതിക്കുക. വചനം കെട്ടിക്കുമ്പോൾ കുറേ അങ്ങ് പോകും. ആ പോകേണ്ടതാണത്. നമ്മളത് പോകേണ്ടതല്ലെന്ന് കരുതും, പക്ഷെ കർത്താവ് പറയും അത് പോകേണ്ടതാണത്. നമ്മളോർക്കുന്നത് പോകരുത് നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ കർത്താവ് പറയും അത് പോകണമെന്ന് പറയും. അതുകൊണ്ട് വചനം വരുമ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ അത് സംഭവിക്കേണ്ടതാണ്, അത് പോകേണ്ടതാണ്. മാറിപ്പോകേണ്ടത് ചിലപ്പോൾ നമ്മുടെ ആത്മമിത്ര നിലവിൽ നമ്മൾ ഇട്ടിച്ചു പോയെന്ന് വരും. പ്രസലോഷ് അത് പണ്ടേ അത് നമുക്ക് ആത്മമിത്രമായിരിക്കും. കർത്താവ് പറയും അതാണ് നിന്റെ അഭിഷേകത്തിന്റെ തടസ്സമെന്ന് കർത്താവ് പറയും. ചിലപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് തകർന്നു വരും. ഓർത്തണം, അത് കർത്താവ് ഏറ്റെടുത്തു. കർത്താവ് സംഭവം ഏറ്റെടുത്തതിന്റെ തെളിവാണ്. കാരണം ആ ബിസിനസ്സാണ് ഒരു പക്ഷേ നിന്റെ കുടുംബം തകർത്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് എടുത്ത് മാറ്റും. ആ സമയത്ത് മനസ്സ് തളരാതിരിക്കണമെങ്കിൽ ഈ വചനം വായിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കണം. അതുകൊണ്ട് ഈ അഭിഷേകം കിട്ടുന്നവർക്കാണ് ഒരുപാട് സഹനം, അടി ആദ്യം കൊടുക്കും. പക്ഷെ അങ്ങനെ ദൈവം അവിടെ ഉപേക്ഷിക്കൊന്നുമില്ല. അത് കാരണം അത് വളർത്തുക, ആദ്യം വിശുദ്ധീകരിച്ച് പൊക്കുകയാണ്. കർത്താവിന് അങ്ങനെയാകുമ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോണ്ടല്ലോ നിങ്ങൾ വിശുദ്ധരായിട്ട് തീരും. മാത്രമല്ല നിങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമായിട്ട് മാറും. തലമുറകളൊക്കെ ഭയങ്കര, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ അഭിഷേകമുള്ള മക്കൾ ജനിച്ചു വളർന്ന് കാണാൻ പറ്റും. ഒരു പുതിയൊരു സംഭവത്തിൽ കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. ഒരു പുതിയൊരു അഭിഷേകത്തെ കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. ദൈവവചനമാണ് ഹൃദയം നിറയേണ്ടത്.